ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ അല്ല, ഒരു യാത്രക്കിടയിൽ നേരിടേണ്ടി വന്ന ഒരു അനുഭവങ്ങൾ നിങ്ങൾക്ക് വിവരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 12 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കയറിയ ഒരു യാത്രക്കാരി അനുഭവിക്കേണ്ടി വന്നൊരു അവസ്ഥയാണ്. അതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും. അനുഭവപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക. കിടക്കുന്നതൊക്കെ കണ്ടില്ലേ, കാറിൻ്റെ ഒരു പാർക്കിങ്ങാണ്. വികസനം നമുക്ക് എപ്പോഴും നല്ലത് തന്നെയാണ്. വികസനം നാടിൻ്റെ നന്മയ്ക്കും സാമ്പത്തിക സുസ്ഥിരതയ്ക്കും എല്ലാം നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ വികസനം നടപ്പാക്കുന്നു, ബദൽ സംവിധാനവും കൂടെ നമ്മൾ നടപ്പാക്കിയെങ്കിൽ വെക്കും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ദുരിതങ്ങൾ സാധാ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പം ഒരു 100 മീറ്റർ സ്ഥലത്ത് കവർ ചെയ്യേണ്ട ഒരു അവസ്ഥ 2 മണിക്കൂറാണ് കാത്തു കിടക്കേണ്ടി വരുന്നത്. ഇത്രയും വാഹനങ്ങൾ മറികടന്ന് വേണം വണ്ടി മുമ്പോട്ട് പോകാൻ. അപ്പോൾ 12 മണിക്കൊരു യാത്രക്കാർ കയറി കഴിഞ്ഞാൽ ആളിന് വെള്ളം കുടിക്കാനുണ്ട്, ആഹാരം കഴിക്കാനുണ്ട്, പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. രോഗികളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പം 7 മണിക്ക് എത്തേണ്ട വണ്ടി 9 മണിക്കാണ് എത്തിച്ചേരുന്നത്. അനുഭവം ഇത് നേരിട്ട് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും. കണ്ടില്ല, ഇത്രയും ബ്ലോക്ക്. ഇത് ചെങ്കടക്കൊന്നുമല്ല, വാഹനങ്ങളുടെ സ്വന്തം ലൈറ്റാണ്. കണ്ടില്ല. അപ്പോൾ നമ്മൾ പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനൊരു ബ്ലോക്ക് റോഡിൽ ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കണം. അധികാരികൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. എല്ലാവരും ഇത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. ആരെയും ഒന്നിനെ ഇൻസൾട്ട് ചെയ്യുകയല്ല. നമുക്ക് നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ യുക്തിപരമായിട്ട് ചിന്തിക്കുക. ഇപ്പോൾ ഈ ഒരു റോഡ് 100 മീറ്ററേ ഉള്ളൂ, അത്രയും ക്ലാസ് ചെയ്യേണ്ടത്. ബദലൊരു സംവിധാനം ഉണ്ടെങ്കിൽ ഈ റോഡിൽ ഇങ്ങനെ ബ്ലോക്ക് വരത്തില്ല. ഇതിൻ്റെ ഇടയിൽ എത്ര ആംബുലൻസ് പോകുന്നുണ്ട്. ജീവൻ നിന്ന് പോരാട്ടം കൊണ്ടല്ലേ ആംബുലൻസിൽ ഓടുന്നത്. അപ്പോൾ അവർ ഈ ബ്ലോക്ക് പെട്ട് പോകേണ്ട ഒരു അവസ്ഥ എന്ന് ആലോചിച്ചു. ആംബുലൻസിന് സൈഡ് കൊടുക്കണമെങ്കിൽ എത്ര വാഹനങ്ങൾ ഒതുക്കിയാലും പിന്നെ ജനങ്ങൾ നടന്നു പോകുന്ന പോലെയാണ് വാഹനങ്ങൾ നടക്കുന്നത്. കൂട്ടിമുട്ടുക, പിന്നെ വഴക്കുണ്ടാവുക, ഇതൊക്കെ സർവ്വസാധാരണമാണ്. അപ്പോൾ ഇതെല്ലാം ഒരു നല്ലൊരു സമ്പദ് വ്യവസ്ഥയിൽ നല്ല രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു ബദൽ സംവിധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയാൽ ഈ ബ്ലോക്ക് ഒഴിവാക്കാൻ ഒക്കുന്നത് തന്നെയാണ്. അതുപോലെ സ്ഥലം അപ്പുറത്തൂടെ മാറി പോകാനുണ്ട്. അപ്പോൾ ആ മാളിലേക്കുള്ള വഴി വേറെ ഏതെങ്കിലും സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ റോഡിൽ കൂടെയുള്ള ഈ ബ്ലോക്ക് ഒരുപാട് കുറഞ്ഞു കിട്ടും. പിന്നെ നമ്മൾ തന്നെ ചിന്തിക്കുക, ജനങ്ങൾ തന്നെ ചിന്തിക്കുക. സാധാരണക്കാരൻ്റെ ഒരു കടയിൽ ചെന്നാൽ കിട്ടുന്ന സാധനമാണ് നമുക്ക് ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എല്ലായിടവും കിട്ടും. ഒരു മാൾ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞിട്ട് സാധനം വാങ്ങിക്കാൻ നല്ല ഇത് കൂടുതലും പോകുന്നത്. അവിടെ കയറി കറങ്ങി അടിച്ച് നടക്കുന്ന കുറേ ആൾക്കാർ അതിനായിട്ട് പോകുന്നവരുണ്ട്, എൻജോയ്മെൻറ്റിന് വേണ്ടി. പക്ഷേ ആ എൻജോയ്മെൻറ്റ് നടത്തുമ്പോൾ അവർ ചിന്തിക്കണം. ജീവൻ മരണ പോരാട്ടമായിട്ട് റോഡിൽ വെറുതെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറേ സാധാരണ ജനങ്ങളും ഉണ്ടെന്ന് അവരും ചിന്തിക്കുക. അപ്പോൾ അതുപോലെ തന്നെ വണ്ടി ആയാലും വണ്ടി കറക്റ്റ് ടൈമിന് എത്തിയില്ലെങ്കിൽ അവർക്കും അതിൻ്റേതായിട്ടുള്ള പണിഷ്മെൻറ്റുകളൊക്കെ കിട്ടും കറക്റ്റ് ടൈമിന്. അപ്പോൾ അവർ പോലും അത്രാന്ന് എടുക്കാൻ ഓടേണ്ടി വരുന്നത്. ഈ ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞിട്ട് അവരും അതേ സ്പീഡിൽ പിന്നെ പോയെങ്കിലേ അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് സമയത്തിന് എത്താനിപ്പോൾ. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ യാത്രക്കാർക്ക് കൂട്ടത്തില്ല. എല്ലാവർക്കും ഒന്നും വെള്ളം കൊണ്ടുപോകാനും എടുക്കാനും ഒന്നുമുള്ള അവസ്ഥ ഉണ്ടാകത്തില്ല. വെള്ളം കൊണ്ടുപോയിക്കൂടെ എന്ന് ചോദിക്കാം, പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ കൊണ്ടുപോകാനൊത്തൊന്നും വരില്ല. അപ്പോൾ ഇത് എല്ലാവരുടെയും ശ്രദ്ധയപ്പെടുക. നിങ്ങൾക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുക. ഇത് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. ഇത് നല്ല, ഞാൻ പറഞ്ഞില്ലേ, 2 മണിക്കൂറാണ് ഈ ബ്ലോക്ക് കിടക്കുന്നത്. ആ ബ്ലോക്ക് മാറി ഇങ്ങ് വരുമ്പോഴത്തേനും നമ്മുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു. ബസ് യാത്ര ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം അധികാരികളുടെ ശ്രദ്ധയപ്പെടുക. ഇത്തരം ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കാനും ബദൽ സംവിധാനം കണ്ടുപിടിക്കാനും അധികം താമസിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാവുന്നതാണ്. കുറച്ച് പേര് സന്തോഷത്തിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ പോകുമ്പോൾ
അതിലേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാധാ ജനങ്ങളും ഉണ്ടെന്ന് എല്ലാവരും ഓർക്കുക. എന്തിനാ വണ്ടിയിലെ ജീവനക്കാർ വരെ ദിവസവും ഇത് നേരിടേണ്ട അനുഭവമാണ് അവർക്കുള്ളത്. അവരും പറയുന്നതാണ്, ഇത് ആരും കാണുന്നില്ല, മീഡിയക്കാർ കാണുന്നില്ല എന്നൊക്കെ ഇത് വണ്ടിയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് പോംവഴി കണ്ടെത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആഹാരം കഴിക്കാതെ കയറുന്നവരുണ്ട്, അസുഖക്കാരുണ്ട്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ യാത്രക്കാർക്കുണ്ട്. ഈ വീഡിയോ പോസിറ്റീവായിട്ട് തന്നെ കണക്കാക്കണം. ഒരു യാത്രക്കാരി എന്ന നിലയിൽ എനിക്ക് അനുഭവപ്പെട്ട വിഷമങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇതുപോലെ പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതിലെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരും ഈ വിഷമം നേരിട്ടിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു വെതർ സംവിധാനം ഇല്ലെങ്കിൽ എന്നും ഈ ബ്ലോക്കിൽ കിടന്ന് മണിക്കൂറുകളോളം നമ്മുടെ ജീവിതം വെറുതെ പോകും. അപ്പോൾ പോസിറ്റീവ് കമൻറ്റുകൾ ഇടുക. ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് പറയുക. നമ്മൾ തന്നെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുക. ആർക്കും ബുദ്ധിമുട്ടില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റിയാൽ അത്രയും നല്ലത്. വികസനം എപ്പോഴും നല്ലത് തന്നെയാണ്. വികസനമാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാകുന്നത്. അതെന്നും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനൊരു ബ്ലോക്ക് ഇല്ലാതാക്കണമെന്ന് മാത്രമേ ഞാൻ ലക്ഷ്യമിടുന്നുള്ളൂ. ബ്ലോക്കിനൊരു വെതർ സംവിധാനം ഉണ്ടായാൽ നല്ലത്. സാധാ യാത്രക്കാർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളാണ് ഞാൻ അറിയിച്ചത്. അപ്പോൾ ഈ വീഡിയോയുടെ വൈകിട്ട് ചെയ്യുകയാണ്. കണ്ടവർക്ക് നന്ദി.